സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം സൂപ്പർ താരങ്ങളും സൂപ്പർ ഗായകരും തമ്മിലുള്ള കോമ്പിനേഷൻ പാട്ടുകളെ കുറിച്ചാണ്. ഇതിനു മുൻപ് ഞാനൊരു വീഡിയോ ഇട്ടത് താരങ്ങളും സംവിധായകരും തമ്മിലുള്ള കോമ്പിനേഷൻ. ഇന്ന് പറയാൻ പോകുന്നത് ഗായകനും നടനും തമ്മിലുള്ള ചേർച്ചയെക്കുറിച്ച്. അത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറും ഗാനഗന്ധർവ യേശുദാസും തമ്മിലുള്ള കോമ്പിനേഷൻ എല്ലാവർക്കും അറിയാം. അത് നസീർ സാറ് പാടുന്നത് പോലെ തോന്നുള്ളൂ. ദാസേട്ടന് ആൾക്കാർക്ക് ഓർമ്മ വരില്ല. അപ്പോൾ അത്രയും മാച്ചായിട്ടുള്ള വേറെ ഒരു സിനിമയിലും അങ്ങനെ കാണില്ല എനിക്ക് തോന്നുന്നു. നസീർ യേശുദാസ് പോലെ വേറൊരു നടനും ഗായകനും വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല. അതിന് നസീർ കഴിഞ്ഞാൽ പിന്നെ തമിഴ് സിനിമ അത് ഞാൻ വേറെ പറയാം. നസീർ യേശുദാസാണ് ഏറ്റവും മികച്ച കോംബോ. നായകനും സൂപ്പർ താരവും സൂപ്പർ ഗായകനും തമ്മിലുള്ള കോമ്പിനേഷൻ അത് വേറെ സിനിമയിലില്ല. ലോക സിനിമയിൽ തന്നെ വേറെ ഉണ്ടാവില്ല. അത്രയും സാമ്യതയുള്ള സൗണ്ട്. പാടുമ്പോൾ യേശുദാസ് പാടുന്ന നസീർ സാറ് പാടുന്നത് പോലെ തോന്നുന്നത് വേറെ നടനില്ല അങ്ങനെ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു കോംബോ ആകുന്നത് സത്യൻ ഏംരാജ. അത് ഏംരാജ പാടുമ്പോൾ സത്യമാഷ് പാടുന്ന പോലത്തെ. സത്യമാഷക്ക് ഏംരാജനെ ആൾക്കാർക്ക് ഓർമ്മ വരില്ല. സത്യമാഷ് പാടുന്ന പോലെ തന്നെ തോന്നാം. ആകാശഗംഗയുടെ കരയിൽ അശോകവനിയിൽ ആരെ ആരെ തേടി വരുന്നു വസന്ത പൗർണമി നീ. നല്ല പാട്ട്. താഴമ്പു മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി. എന്നുള്ള പാട്ട് സത്യമാഷ് പാടുന്ന പോലെ ഉണ്ടോ? പിന്നെ ഒന്ന് ഉമ്മർ ബ്രഹ്മാനന്ദ്. KP ഉമ്മർ വില്ലനാങ്കിലും ചില പടങ്ങളിൽ നായകനായിട്ട് അഭിനയിക്കലുണ്ട്, അല്ലെങ്കിൽ ഉപനായകനായിട്ട് അഭിനയിക്കും. ആ സമയത്ത് KP ഉമ്മർ നായികയായിട്ട് പാട്ട് പാടുന്ന സമയത്ത് അധികം ബ്രഹ്മാനന്ദൻ്റെ പാട്ടായിരിക്കും. നീല നിഷേധിനി എന്നുള്ള പാട്ട്. അങ്ങനെ കുറച്ച് പാട്ടിലുണ്ട് ഉമ്മറിന്. അത് ബ്രഹ്മാനന്ദന് അധികം പാടില്ല. ഉമ്മർ പാട്ട് പാടുമ്പോൾ നോക്കി ശ്രദ്ധിച്ചാൽ മതി, ബ്രഹ്മാനന്ദൻ്റെ പാട്ടായിരിക്കും. പിന്നെ വിൻസെൻറ്റിന് ജയേന്ദ്രൻ ചേട്ടൻ്റെ പാട്ടാണ് നല്ലത്. കുറേ പടത്തിൽ വിൻസെൻറ്റിന് വേണ്ടിയിട്ട് ജയേന്ദ്രൻ ചേട്ടൻ പാടുന്നതുണ്ട് പഴയ പടങ്ങളിൽ. മുല്ല മലർത്തേൻ കിണ്ണം അല്ലിപ്പൂ മധുപാത്രം എന്നുള്ള പാട്ടൊന്ന്. പിന്നെ ചിത്രവർണ്ണ കൊടികൾ ഉയർത്തി ലേഡീസ് ഹോസ്റ്റലിൽ, മറ്റേത് എറണാകുളം ജംഗ്ഷൻ. അങ്ങനെ കുറേ പടത്തിൽ വിൻസെൻറ്റിന് വേണ്ടിയിട്ട് ജയേന്ദ്രൻ ചേട്ടൻ പാടുന്നുണ്ട്. പിന്നെ സുധീറിനും ജയേന്ദ്രൻ ചേട്ടൻ തന്നെ പാടും. മല്ലികാബാണം തൻ്റെ വില്ലൊടിഞ്ഞു എന്നുള്ള പാട്ട് വന്നു. പിന്നെ വേറെ പാട്ടാണ് ഒരു പൂന്തേനരുവിൽ നന്ദ്യാർ വട്ടപ്പൂ ചിരിച്ചു എന്നുള്ള പാട്ട്. അങ്ങനെ കുറേ പാട്ട് ജയേന്ദ്രൻ ചേട്ടനും സുധീറിന് വേണ്ടിയിട്ട് പാടൽ. പിന്നെ സോമേട്ടന് യേശുദാസ് തന്നെയാണ്. നസീർ സാറ് യേശുദാസ് പാടുന്ന പോലെ അത്ര ഇല്ലെങ്കിലും അത്ര ഒന്നും ഉണ്ടാവില്ല, അതിന് പകുതി ഉണ്ടാവില്ല. എന്നാലും പിന്നെ സോമേട്ടന് ഇപ്പം നസീർ സാറ് യേശുദാസിനെ പോലെ വേറെ ആർക്കും ആവില്ല. യേശുദാസ് മറ്റുള്ള കൂട്ടർക്കും പാടലുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് മാച്ചാകുന്ന ഒന്ന് സോമേട്ടന് യേശുദാസാണ് പാടൽ. തീരയും തീരവും ചുംബിച്ചുറങ്ങി എന്നുള്ള പാട്ട് അവൾ വിശ്വസിച്ചായിരുന്നു. പിന്നെ മറഞ്ഞിരുന്നാലും മനസ്സിൻ്റെ കണ്ണിൽ മലരായി വിടരുന്നു നീയൊരോമൽ കാവ്യചിത്രം പോലെ പറന്നു പോയി നീ അകലെ വിടർന്ന ചിറകുമായി പറന്നണഞ്ഞു എന്നുള്ള പാട്ടെല്ലാം സോമേട്ടൻ യേശുദാസ് അക്കാലത്ത് പാടലുണ്ട്. അതാണ് സോമേട്ടൻ യേശുദാസിൻ്റെ പാട്ടാണ് അധികം സിനിമയിൽ കാണാറുള്ളത്. പിന്നെ ഉള്ളത് സുകുമാരൻ്റെ ജയേന്ദ്രൻ ചേട്ടൻ തന്നെയാണ് അധികം പാടൽ. കാട്ടുകുറിഞ്ഞി പൂവും ചൂടി സ്വപ്നം എന്നുള്ള പാട്ടില്ലേ, രാധേന്ദ്ര പെൺകുട്ടി. അതുപോലെ വേറെയും കുറേ പടത്തിൽ ജയേന്ദ്രൻ ചേട്ടൻ സുകുമാരന് പാടുന്നുണ്ട്. ജയൻ ചേട്ടനും ജയേന്ദ്രൻ്റെ പാട്ട് തന്നെയാണ് അധികം മാച്ച് ചെയ്യുന്നത്. നീരാട്ട് എൻ മാനസറാണി മാറിനണിഞ്ഞു പവിഴച്ചുണ്ടിൽ മുത്തം നൽകി മമ സഗിരാസലീല എന്നുള്ള പാട്ട്. പിന്നെ ജിൽ 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 ചിലമ്പനങ്ങി ചിരിയിൽ
വളകൾ കിലുങ്ങി മൊഴിയിൽ നാണപ്പൂക്കൾ വിൽക്കും പൂക്കാരിനേ എന്നുള്ള പാട്ട് ചേട്ടന്. പിന്നെ ചാം ചച്ച ചോം ചപ് ച ചുമരി ചച്ച എന്നുള്ള പാട്ടിൽ ജയന്ദ്രനാണ്. അപ്പോൾ അത് ചേട്ടന് ജയന്ദ്രൻ ചേട്ടനാണ് പാടുന്നത്. പിന്നെ മമ്മൂട്ടിക്ക് യേശുദാസ് തന്നെയാണ്. ഇതെല്ലാം യേശുദാസ് ഞാൻ പറഞ്ഞു വെച്ചാൽ നസീർ യേശുദാസ് കോമ്പോ പോലെ വേറെ ഒരു നടനും മാച്ചാവില്ല. പക്ഷേ പിന്നെ തമ്മിൽ ഭേദം തൊമ്മെന്ന് പറയുന്ന മാതിരി മറ്റു നടന്മാർക്കും യേശുദാസ് പാടലുണ്ടല്ലോ. അപ്പോൾ അവർക്ക് യേശുദാസിൻ്റെ പാട്ട് ചിലത് യേശുദാസിൻ്റെ അവർക്ക് വേണ്ടി പാടുന്നത്, അല്ലാണ്ട് നസീർ സാറ് പാടുന്ന പോലെ പാടുന്നതല്ല. അവർക്ക് വേറെ ഓപ്ഷനില്ല. അപ്പോൾ യേശുദാസിനെ വന്നിട്ട് പാടണം, വേറെ നിവൃത്തിയില്ല. അങ്ങനെ അങ്ങ് മമ്മൂട്ടിക്ക് ഇപ്പോൾ യേശുദാസിൻ്റെ പാടിയാലേ ശരിയാവും. വേറെ MG ശ്രീകുമാറോ പാടിയാലൊന്നും ശരിയാവില്ല മമ്മൂട്ടിക്ക്. അപ്പോൾ ഈ തമിഴ് വേദം തൊമ്മെന്ന് പറഞ്ഞവർ മമ്മൂട്ടിക്ക് ഇപ്പോൾ യേശുദാസിൻ്റെ പാടണം, അങ്ങനെ വരുന്നത്. അല്ലാതെ നസീർ യേശുദാസിനെ പോലെ മികച്ചത് എന്നല്ല അതിൻ്റെ അർത്ഥം. ആ മമ്മൂട്ടിക്ക് പിന്നെ യേശുദാസിൻ്റെ പാടൽ അധികം ഒരുപാട് പടത്തിലുണ്ടല്ലോ. നമ്മൾ പഴയത് ഉണ്ട്, പുതിയതിലും അതന്നെ. അതായത് മമ്മൂട്ടിൻ്റെ ആദ്യകാല സിനിമയിൽ മമ്മൂട്ടിക്ക് യേശുദാസിൻ്റെ പാടൽ, പിൽക്കാലത്ത് യേശുദാസിൻ്റെ പാടൽ. ആദ്യകാലത്തിലാണ് പൂമുഖവാതിൽക്കൽ സ്നേഹം വിളർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ, അത് യേശുദാസിന്. പിന്നെ അതിന് ശേഷം പിന്നെ കൗരവറിൽ ഒരു പാട്ടിൽ മുത്തുമണി തൂവൽ തരാം എന്നുള്ള പാട്ട്, അതെല്ലാം മമ്മൂട്ടി പാടുമ്പോൾ കുറച്ച് ഒപ്പിക്കാം. പിന്നെ മോഹൻലാൽ പാടുന്നത് MG ശ്രീകുമാർ, പാടം പൂത്ത കാലം എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ പാട്ടില്ലേ. പിന്നെ ദൂരെ കിഴക്കുതിക്കും മാണിക്ക ചെമ്പഴുക്ക. സത്യത്തിൽ മോഹൻലാലിനും യേശുദാസിനെ തന്നെ പാടിച്ച കുറേ MG ശ്രീകുമാർ പാടിയതുകൊണ്ട് മോഹൻലാൽ പിന്നെ കുറേ പാട്ടുകൾ നഷ്ടമായി. നല്ല നല്ല പാട്ട് സാരില്ല. പിന്നെ ഒരു ഇതാണ് പണ്ടത്തെ കാലത്ത് രവികുമാറിന് ശ്രീകാന്ത് എന്ന് പറഞ്ഞ ഗായകനാണ് പാടൽ, പണ്ടത്തെ ശ്രീകാന്ത്. അത് രണ്ടും യോജിക്കും. പിന്നെ മോഹന് യേശുദാസാ പാടൽ, ചിത്തിരത്തോണിയിലക്കരെ പോകാൻ എത്തിടാമോ പെണ്ണ്. പിന്നെ ശരറാന്തൽ തിരി താഴ്ത്തും മുകിലിൻ കുടിലിൽ മൂവന്തി പെണ്ണുറങ്ങാൻ കിടന്ന്. പിന്നെ മഴ തുള്ളി തുള്ളി നൃത്തമാടി വരും വാനിൽ, അതെല്ലാം മോഹനോട് യേശുദാസ് പാടുന്നതാണ്. പിന്നെ പൂവാടികളിൽ അലയും തേനിളങ്കാറ്റ് എന്നുള്ള പാട്ട് പാടുന്നതും മോഹനോട് യേശുദാസാണ്. പിന്നെ മോഹനിൻ്റെ വേറെ പാട്ടാണ് നെല്ലിലെ നീലപ്പൊന്മാനെ എൻ്റെ നീലപ്പൊന്മാനെ എന്നുള്ള പാട്ടെല്ലാം യേശുദാസ് മോഹന് വേണ്ടി പാടുന്നുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾക്ക് പിന്നെ തമിഴിൽ പോയാൽ നല്ല കോമ്പോ ഉണ്ട്. MGRന് TM സൗന്ദരരാജൻ കുറേ പാട്ടുണ്ട്. നാനാണയിട്ടാൽ അതു നടന്തി വിട്ടാൽ എന്നുള്ള പാട്ട്. അതേപോലെ TM സൗന്ദരരാജൻ ശിവാജിക്കും TM സൗന്ദരരാജന് മാച്ചാവും. രണ്ടാൾക്കും ഒരുപോലെ പാടുന്നതാണ് TM സൗന്ദരരാജൻ. TM സൗന്ദരരാജൻ്റെ കഴിവ് അതാണ്. MGRക്ക് പാടുമ്പോൾ MGR പാടുന്ന പോലെ ഉണ്ടാവും, ശിവാജിക്ക് വേണ്ടിയിട്ട് പാടുമ്പോൾ ശിവാജി പാടുന്ന പോലെ ഉണ്ടാവും. ശിവാജിൻ്റെ കുറേ പടത്തിൽ TM സൗന്ദരരാജനാണ്. MGRക്ക് സ്ഥിരമായിട്ട് അധികം TM സൗന്ദരരാജനാണ്. ശിവാജിയുടെ യാറുക്കാകെ ഇത് യാറുക്കാകെ ഇന്ത മാളികെ വസന്ത മാളികെ എന്നുള്ള പാട്ട് പാടും. അതേസമയത്ത് സൗന്ദരരാജൻ കടലോരം വാങ്ങിയ കാറ്റേ എന്നുള്ള MGRനും പാടും. അപ്പോൾ സംഭവം രണ്ടാൾക്കും ഒരുപോലെ കോമ്പോ പിന്നെ നന്നായിട്ടുണ്ടാവും, ശിവാജിക്കും MGRനും. പിന്നെ കമലഹാസന് തമിഴിൽ SP-ൻ്റെ പാട്ടാണ്, SP ബാലസുബ്രഹ്മണ്യമാണ്. അത് ഹിന്ദിയിൽ പോയിട്ട് കമലഹാസൻ ഹിന്ദി പിക്ചറിൽ അഭിനയിച്ചിട്ട് ഹിന്ദിയിൽ SP-യെ കൊണ്ടാണ് പാടിച്ചത്. ഏക് ദുജെ കേലിയിലെല്ലാം ഹിന്ദിയിൽ പോയാലും കമലഹാസന് മാച്ച് ആകുന്ന സൗണ്ട് ആയതുകൊണ്ട് ഹിന്ദിയിൽ കൊണ്ടുപോയി പിന്നെ SP-നെ. തേരെ മേരെ ബീച്ച് മേ കേസാ ഹേ ബന്ധൻ അഞ്ചാന എന്നുള്ള പാട്ട്, അത് അന്നത്തെ കാലത്താണ് കിഷോർ കുമാർ ഉള്ള സമയമാണ്. ഫിസാബില്ലായിരുന്നു, ഫിസാബ് മരിച്ചിന് ആ സമയത്ത്.
അപ്പോൾ ഈ കിഷോർ ഉണ്ടായിട്ടും എസ് പിയെ കൊണ്ടുപോയിട്ടാണ് പാടിച്ചത്. അതേപോലെ സാഗർ എന്നുള്ള പടത്തിൽ കമലഹാസന് ഹിന്ദിയിൽ അന്നേരം കിഷോർ കുമാറിലുണ്ടായിട്ടും കമലഹാസനാണ് പാടിയത് കുറേ പടത്തിൽ. പിന്നെ ഏത്തോ കമാലോഗ്യ എന്നുള്ള പാടത്തിൽ സനം തെരി കസം ഇതിലെല്ലാം കമലഹാസന് വളരെ എസ് പിയും കമലഹാസനുമായിട്ട് നല്ല മാച്ചിങ്ങാണ്. പിന്നെ അതുപോലെ ഈ ഹിന്ദി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹിന്ദിയിൽ ധർമ്മേന്ദ്രക്ക് മുഹമ്മദ് റഫി തന്നെ പാടണം, എന്നാലേ ധർമ്മേന്ദ്ര പാടുന്ന പോലെ ഉണ്ടാവും. അത്രയും സാമ്യതയാണ് നസീർ സാറും യേശുദാസും പോലെ. അതുപോലെ ജിതേന്ദ്രക്കും റഫി സാബ് തന്നെ പാടണം, എന്നാലേ മാച്ച് ചെയ്യും. വേറെ ആൾ പാടുമ്പോൾ വായി അനക്കുന്ന പോലെ ഉണ്ടാവും, ജിതേന്ദ്രക്ക് മാച്ച് ആവില്ല. അതേസമയം രാജേഷ് ഖന്നക്ക് കിഷോർ കുമാറിനെ പാടണം. ഈ മേരെ സപ്നോ കി റാണി കബ് എന്നെല്ലാം പറഞ്ഞ പാട്ടെല്ലാം അതെല്ലാം ശരിക്കും രാജേഷ് ഖന്ന പാടുന്ന പോലെ ഉണ്ടാവും, അത് കിഷോർ കുമാറാണ്. അതുപോലെ അമിതാഭ് ബച്ചനും കിഷോർ കുമാറിനെ പാടണം. ഓ സാഥി രേ തേരെ ബിനാ ഭി ക്യാ ജീനാ തേരെ ബിനാ ഭി ക്യാ ജീനാ എന്നുള്ള പാട്ടെല്ലാം പാടുമ്പോൾ അമിതാഭ് ബച്ചൻ പാടുന്ന പോലെ ഉണ്ടാവും. അതേപോലെ അരെ ദീവാനോ മുझे പെഹചാനോ എന്നുള്ള പാട്ടെല്ലാം പാടുമ്പോൾ അത് കിഷോർ പാടുമ്പോൾ ബച്ചൻ സിനിമയിൽ പാടുന്ന പോലെ ഉണ്ടോ, കിഷോർ പാടുന്ന പോലെ എന്നൊക്കെ പാടും. പിന്നെ ഷമ്മി കപൂറിന് മുഹമ്മദ് റഫി സാബ് തന്നെ പാടണം. പിന്നെ അത് ഷമ്മി കപൂറിൻ്റെ സിനിമയിൽ 6 പാട്ടുണ്ടെങ്കിൽ 6 മുഹമ്മദ് റഫി ആയിരിക്കും പാടുന്നത്, വേറെ ആളെ കൊണ്ട് ഷമ്മി കപൂർ പാടിക്കാനില്ല. ദേവാനന്ദിന് 2 പേരും റഫി സാബും പാടും കിഷോർ ദായും പാടും. അതായത് പിന്നെ കുറേ പടത്തിൽ കിഷോർ കുമാർ പാടി, കുറേ പടത്തിൽ മുഹമ്മദ് റാഫിയും പാടി. പക്ഷേ ദേവാനന്ദിന് 2ഉം മാച്ചാവും. റഫി സാബിൻ്റെ പാട്ട് വരുമ്പോൾ റഫി സാബ് പാടുന്ന പോലെ ഉണ്ടാവും, ദേവാനന്ദ് പാടുന്ന പോലെ ഉണ്ടാവും. മേ ജിന്ദഗി ക സാത്ത് നിഭാതാ ചലാ ഗയാ എന്നുള്ള പാട്ട് റഫി പാടുമ്പോൾ ദേവാനന്ദ് പാടുന്ന പോലെ ഉണ്ട്. അതേപോലെ പിന്നെ കിഷോർ കുമാറിൻ്റെ പാട്ട് കിഷോർ ദാ പാടുമ്പോൾ ചില പാട്ട് ദേവാനന്ദിന് വേണ്ടി കുറേ പാട്ട് പാടിയിട്ടുണ്ട്, അതെല്ലാം ശരിക്കും ദേവാനന്ദ് പാടുന്ന പോലെ ഉണ്ടാകും. ഇത് കിഷോറിൻ്റെ നല്ലൊരു പാടുണ്ട്, ഏ ദിൽ ന ഹോത്തെ ബേചാരാ കസം കോയി എന്നിട്ട് നല്ല പാട്ടാണ്, അത് മറന്നുപോയി. അത് ഇതിൽ ജ്വൽ തീപ്പിൽ ഏ ദിൽ ന ഹോത്തെ ബേചാരാ എന്നുള്ള പാട്ട് അത് പാടുമ്പോൾ ശരിക്കും ദേവാനന്ദ് പാടുന്ന പോലെ ഉണ്ട്. കിഷോർ പാടുമ്പോൾ ദേവാനന്ദിന് മാച്ചാവും, റഫി പാടുമ്പോൾ മാച്ചാവും. എന്നിട്ട് ഞാൻ ഇന്ന് പറയാൻ കാരണം ഓരോ നടന്മാർക്ക് പിന്നെ മാച്ചാകുന്ന ഗായകന്മാരുണ്ടല്ലോ, പാടുമ്പോൾ ശരിയാകുന്ന, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ.